നിങ്ങൾക്ക് പഠിക്കാനുള്ള ഒന്നാമത്തെ പാഠത്തിൻ്റെ പേരാണ് ദുലാറേ പൽ. സുന്ദരമായ മനോഹരമായ നിമിഷങ്ങൾ, പ്രിയപ്പെട്ട നിമിഷങ്ങൾ എന്നൊക്കെയാണ് ദുലാറേ പലിൻ്റെ അർത്ഥം. പൽ എന്ന് പറഞ്ഞാൽ നിമിഷം. പിന്നെ അടുത്ത പേജിൽ നിങ്ങൾക്ക് ഒരു കവിതയാണ് ധൂപ് ആ ഗയി. കവിത എഴുതിയ കവിയുടെ പേരാണ് പ്രയാഗ് ശുക്ല. ധൂപ് ആ ഗയി എന്ന് പറഞ്ഞാൽ വെയിൽ വന്നു. ഞാൻ കവിത ഒന്ന് വായിക്കാൻ ശ്രദ്ധിക്കൂ. ധൂപ് ആ ഗയി സുബഹ് സുബഹ് കി, കലിയാം പ്യാരി പ്യാരി മഹ്കീം, കലിയാം ക്യാരി ക്യാരി മഹ്കീം, കലിയാം ഇത്തനി സാരി മഹ്കീം, हवा बह रही ठंडी ठंडी, घूम रही वह बहकी बहकी, उड़ती उड़ती आई चिड़ियाँ, फुदक फुदक कर वे भी चहकी. ഇനി കവിതയുടെ ആശയം മനസ്സിലാക്കുന്നതിനായി കവിതയിലെ വരികളിൽ വരുന്ന വാക്കുകളെ അർത്ഥം ആദ്യം മനസ്സിലാക്കുക. ധൂപ് വെയിൽ, സുബഹ് രാവിലെ, കലിയാം മൊട്ടുകൾ, പ്യാരി പ്യാരി മനോഹരമായ, ക്യാരി പൂത്തടം, ക്യാരി ക്യാരി ഓരോ പൂത്തടവും, മഹ്കീം സുഗന്ധം പരത്തി, ഇത്തനി സാരി ഒത്തിരി ഒരുപാട്, ഹവ കാറ്റ്, ബഹ്രഹി വീശിക്കൊണ്ടിരിക്കുന്നു, ടെണ്ടി ടെണ്ടി തണുത്ത, ഗൂമ് രഹി ചുറ്റി അടിച്ചുകൊണ്ടിരിക്കുന്നു, വഹ് അത്, ബഹ്ക്കി ബഹ്ക്കി തത്തിക്കളിച്ചുകൊണ്ട്, ഉടുത്തി ഉടുത്തി പറന്ന് പറന്ന്, ആയി വന്നു, ചിടിയാം പക്ഷികൾ, ഫുദക് ഫുദക്കർ ചാടിച്ചാടിക്കൊണ്ട്, വേ അവർ, ചഹ്ക്കി ചിലച്ചു. ഇതിലാദ്യത്തെ 4 വരിയുടെ ആശയം, വെയിൽ, അതിരാവിലെ വെയിൽ വന്നപ്പോൾ പൂമൊട്ടുകൾ മനോഹരമായ സുഗന്ധം ഓരോ തടത്തിലും എല്ലായിടത്തും സുഗന്ധം പരത്തി. തുടർന്ന് വരുന്ന 4 വരികളിൽ തണുത്ത കാറ്റ് തത്തിക്കളിച്ചുകൊണ്ട് അടിച്ചിരിക്കുകയാണ്, കാറ്റടിക്കുകയാണ്. ആ സമയത്ത് കിളികൾ ചിലച്ചുകൊണ്ട് പറന്നു. ഇത് രാവിലത്തെ നിമിഷങ്ങളാണ്. അതുകൊണ്ടാണ് പിന്നെ പാഠത്തിന് തന്നെ സുന്ദരമായ പ്രിയപ്പെട്ട നിമിഷങ്ങൾ എന്നൊക്കെ പേര് നമ്മൾ ആദ്യം തന്നെ നമ്മൾ അത് വായിച്ചു. ഈ കവിതകളിൽ വരുന്ന പാഠഭാഗത്തിൻ്റെ പേര് ദുലാറേ പൽ എന്നാണ്. ഇനി പേജ് നമ്പർ 12 രംഗ് ബരെന്ന. അപ്പോൾ അവിടെ ഒരു പൂമൊട്ടിൻ്റെ ചിത്രം കണ്ടു നിങ്ങൾ, ഇലകളൊക്കെ ഉൾപ്പെടുന്നത്. അതിന് താഴെ എഴുതിയിട്ടുണ്ട് യേ കലീഹേ, ഇത് പൂമൊട്ടാണ്. അവിടെ നിങ്ങൾക്ക് ഒരു പൂമൊട്ടിന് ചേർന്നൊരു കളറിൽ ചിത്രം, ഇലക്കൊരു പച്ച നിറമൊക്കെ ക്രയോൺസ് കൊണ്ട് കൊടുക്കാം. പിന്നെ അതിന് വലതുഭാഗത്ത് ഒരു കിളിയുടെ ചിത്രം കണ്ട്. കിളിക്ക് നമ്മൾ നേരത്തെ, അതായത് പക്ഷിക്ക് നേരത്തെ നമ്മൾ പറഞ്ഞു പേര് പഠിച്ചു, ചിടിയ. അതിന് താഴെ എഴുതിക്കുന്നത് യഹ് ചിടിയാ ഹൈ, ഇത് പക്ഷിയാണ്. പക്ഷിക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പക്ഷി ഒരു കളർ കൊടുക്കാം. ഇനി അതിന് താഴെ നിറങ്ങളാണ് കൊടുത്തത്. അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ ചുവപ്പ് നിറമാണ് കാണുന്നത്. ചുവപ്പിന് ഹിന്ദി പറയുന്നത് ലാൽ. പിന്നെ അടുത്തത് പച്ച, പച്ചക്ക് ഹര. പിന്നെ കറുപ്പിന് കാല. പിന്നെ കാണുന്നത് ടെക്സ്റ്റ് പുസ്തകത്തിൽ ഒരു നിറം നിങ്ങൾക്ക് വയലറ്റാണ് കാണുന്നത്. വയലറ്റ് അല്ല, അത് നീലയാണ്. അത് നിങ്ങൾ നീല മഷി കൊണ്ട് നീല കളറാക്കുക. നീല. അപ്പോൾ 4 നിറങ്ങൾ നമ്മൾ പഠിച്ചത് ഇതിലൂടെ. ലാല് ചുവപ്പ്, ഹര പച്ച, കാല കറുപ്പ്, നീല നീല. പിന്നെ അടുത്ത പേജിൽ ശബ്ദ പഹച്ചാനൻ കവിതാമയൻ രേഖാങ്കിത് കരയെന്ന നിങ്ങൾ നേരത്തെ പഠിച്ച കവിതയിൽ വരുന്ന വാക്കുകളാണ് താഴെ ബലൂണിൽ കൊടുത്തത്. ഈ വാക്ക് കവിതയിൽ എവിടെയാണോ വരുന്നത് അതിൻ്റെ അടിയിൽ വരയ്ക്കാനാണ് പറയുന്നത്.
അപ്പോൾ നിങ്ങൾക്ക് നോക്കി വരയ്ക്കാവുന്നതാണ്. ഏതെല്ലാം വാക്കുകൾ? കലിയാം, ക്യാരി, ഹവ, ചിടിയാം, ധൂപ്പ്. അത് നിങ്ങൾക്ക് ഈ കവിത നോക്കുക. കവിതയിൽ പിന്നെ നോക്കിയിട്ട് ആദ്യം കലിയാം അവിടെ വരയ്ക്കുക, പിന്നെ ക്യാരി വരയ്ക്കുക, ഹവ വരയ്ക്കുക, ചിടിയാം വരയ്ക്കുക, ധൂപ്പ് വരയ്ക്കുക. ഇനി അടുത്ത പേജിൽ നമുക്ക് അടുത്തൊരു യൂണിറ്റാണ്. ആ യൂണിറ്റിൻ്റെ പേര് ടോമി അവർ മേം. ടോമിയും ഞാനും. പ്രോയ്ത്തി റായ് എന്നാൾ എഴുതിയ ഒരു കഥയാണ്. അപ്പോൾ ഇവിടെ ഒരു പെൺകുട്ടിയുടെ ചിത്രം കാണുന്നുണ്ട്. അതിൻ്റെ താഴെ എഴുതിയിട്ടുണ്ട് മേൻ നീത്തൂഹും, ഞാൻ നീത്തുവാണ്. ഇതുപോലെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും നിങ്ങളുടെ പേര് വെച്ചിട്ട് എഴുതാം. ഇവിടെ മേൻ എന്ന് പറഞ്ഞാൽ ഞാൻ, നീത്തു ഈ കുട്ടിയുടെ പേര്, ഹും ആണ്, മേം നീത്തു. മേം എന്ന് വരുമ്പോൾ നമുക്ക് അത് ഹിന്ദി വാക്യത്തിൽ അവസാനം ഹൂ എന്ന് വരും. അപ്പം മേൻ നീത്തു ഹും, ഞാൻ നീത്തുവാണ്. പിന്നെ നീത്തു കിടന്ന് ഉറങ്ങുന്നില്ല, കിടക്കയിൽ കിടക്കുന്നൊരു ചിത്രമാണ് കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ താഴെ എഴുതിയത് വഹ് സർദിയോങ്കി രാത്രി എന്ന് പറഞ്ഞാൽ അത് തണുപ്പുള്ളൊരു രാത്രിയായിരുന്നു. അപ്പോൾ തണുപ്പുള്ള രാത്രി നീത്തു കിടന്നുറങ്ങേനി. അപ്പോൾ നിങ്ങൾ ചിത്രം നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് ആ കഥ മനസ്സിലാവും. കിടന്ന് ഉറങ്ങുന്ന സമയത്ത് നീത്തു പുറത്തെന്തോ ഒരു ശബ്ദം കേട്ടിട്ട് എന്തോന്ന് കരയുന്ന, എന്തോ ഒരു ജീവി കരയുന്നൊരൊച്ച കേട്ടിട്ട് നീത്തു ജനലിലൂടെ പുറത്തേക്ക് നോക്കുക. അപ്പോൾ ഇലക്ട്രിക് ലൈറ്റിന് താഴെ നിങ്ങൾ കാണുന്നുണ്ടോ എന്താണെന്ന് വ്യക്തമായ രീതിയിൽ മനസ്സിലാകുന്നില്ല. അപ്പോൾ തുടർന്ന് വരുന്ന പേജിൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണെന്നുള്ളത്. അങ്ങനെ നീത്തു ജനലിലൂടെ പുറത്തേക്ക് നോക്കുകയാണ്. പിന്നെ അതിൻ്റെ അടുത്ത ചിത്രത്തിൽ നീത്തു ടോർച്ച് എടുത്തിട്ട്, നീത്തുൻ്റെ കയ്യിൽ ടോർച്ചുണ്ട്, താഴോട്ട് വന്ന് നോക്കിയ സമയത്ത് നിങ്ങൾ അടുത്ത ചിത്രം നോക്കുക. അപ്പോൾ അതിൽ കാണുന്നുണ്ട് അതൊരു പട്ടിക്കുട്ടിയാണ്. ആ പട്ടിക്കുട്ടിയെ നീത്തു ഒരു കൊട്ടയിലൊക്കെ ഇട്ട് പിന്നെ ഞാൻ കിടക്കുന്ന കിടക്കയുടെ അടുത്തുള്ളൊരു മേശേൻ്റെ മുകളിൽ ആ പട്ടിക്കുട്ടിയെ വെച്ചൊരു ചിത്രമാണ് നിങ്ങൾ അടുത്തത് കാണുന്നത്. പിന്നെ അതിന് ശേഷം അതിൻ്റെ താഴെ എഴുതിക്കുന്നത് ഉസേ ചായക്ക് സാത്ത് ബിസ്കുറ്റ് ഗാന ബഹുത് പസന്ത. ആ പട്ടിക്കുട്ടിക്ക് ചായൻ്റെ കൂടെ ബിസ്ക്കറ്റ് കഴിക്കാൻ വലിയ ഇഷ്ടമായിരുന്നു. അതാണ് എഴുതിയത്. ചായക്കേ സാത്ത് തന്നെ ചായയുടെ കൂടെ, ബിസ്കുറ്റ് ഗാന ബിസ്കുറ്റ് കഴിക്കുക, ബഹുത് പസന്ത എന്ന് പറഞ്ഞാൽ വളരെ ഇഷ്ടമായിരുന്നു. അങ്ങനെ അതിനുശേഷം പിന്നെ അതിൻ്റെ താഴെ ചിത്രത്തിൽ കാണുന്നുണ്ട് പട്ടിക്കുട്ടി പിന്നെ അതായത് ഒരു പ്ലേറ്റിൽ നിന്ന് നക്കി കുടിക്കുകയാണ് അല്ലേ. അപ്പോൾ എന്താണിക്കോ ചായ കഴിക്കുക, അതിൻ്റെ അടുത്ത് എന്താണ് ബിസ്ക്കറ്റും കൊടുത്തിട്ടുണ്ട്. തുടർന്ന് വരുന്ന പേജിൽ നിങ്ങൾ കാണാം അവർ മേരേ സാത്ത് ഗേൽന എന്ന് പറഞ്ഞാൽ എൻ്റെ കൂടെ കളിക്കാൻ, ആരുടെ കൂടെ, നീത്തുവിൻ്റെ കൂടെ കളിക്കാനും ഈ പട്ടിക്കുട്ടിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നെ ഒരു ഫാൻ്റെ ചിത്രം കാണുന്നുണ്ട്. അതിന് താഴെ ഒരു എന്താണ് ഈ പട്ടിക്കുട്ടി കിടക്കുകയാണ് അല്ലേ. ഇതിൻ്റെ എഴുതി എന്താ, പങ്കേക്കെ നീ സോന, ഫാൻ്റെ അടിയിൽ ഉറങ്ങുക, അതും ഇഷ്ടമായിരുന്നു. പിന്നെ അവർ കിതാബ് പഠന നോക്കുക, പുസ്തകം വായിക്കാൻ. പുസ്തകം എന്താ വായിക്കുകയാണ് ചെയ്യുന്നത്? അല്ല, പട്ടിക്കുട്ടി പുസ്തകവും കടിച്ചു മുറിച്ചിട്ട് അല്ലേ അതിൻ്റെ വായലുണ്ട്, അതാണ് അതിൽ കാണുന്നത്. പിന്നെ അടുത്ത പേജിൽ നോക്കൂ, നീത്തു സ്കൂളിലേക്ക് പോകുക, സ്കൂൾ ബസ് വന്നിട്ടുണ്ട്. ആ സമയത്ത് അതിൻ്റെ അടിയിലൊരു വാക്യം ചെയ്തിട്ടുണ്ട്, ഉസേ മേരാ ബാഹർ ജാന ബിൽക്കുൽ അച്ചാ നഹി ലഗ്താത്ത. അവന് ഞാൻ പുറത്ത് പോകുന്നത് തീരെ ഇഷ്ടമായിരുന്നില്ല. അത്രയും ഒരു ആത്മബന്ധം നീത്തുവും ആ പട്ടിക്കുട്ടിയും തമ്മിൽ ഉണ്ടായിരുന്നു. പിന്നെ അടുത്ത പേജിൽ ഹം ജബ് സാത്ത് ഹോത്തെ തോ ബഹൂത് ഖുഷ് രഹത്തെ, ഞങ്ങൾ എപ്പോഴും ഒന്നിച്ചിരിക്കുന്ന സമയത്ത് അതിന് വലിയ സന്തോഷമായിരുന്നു. ഇനി അടുത്തത് ഒരു കവിതയാണ്, പില്ല എന്ന് പറഞ്ഞാൽ പട്ടിക്കുട്ടി. കവിത എഴുതിയത് സഫ്ദർ ആസ്മി. അപ്പോൾ പട്ടിക്കുട്ടിയെക്കുറിച്ചുള്ള ഒരു കവിതയാണ്. എന്താ കവിത പറയുന്നത്? നീത്തു കാത്ത പില്ല ഏക് ബദൻ പെ ഉസ്കെ രുയെ അനേക് ചോട്ടി ടാങ്കേ ലംബി പൂഞ്ച് ബൂരി ദാടി കാലി മൂഞ്ച് മക്കി സെ വഹ് ലടുത്താത്ത ഗഡേ ഗഡേ ഗിർപ്പെടുത്താത്ത. നേരത്തെ നമ്മൾ
ദൂഭാഗി എന്ന കവിത പോലെ തന്നെ ഇതിലെ വാക്കുകൾ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലാക്കിയാൽ ഇതിൻ്റെ ആശയം കിട്ടും. നീത്തു കാത്ത പില്ല ഏക്, നീത്തുവിനൊരു നായ്ക്കുട്ടി ഉണ്ടായിരുന്നു. ബദൻ എന്ന ശരീരം, അതിൻ്റെ ശരീരത്തിൽ അനേകം രോമങ്ങളുണ്ടായിരുന്നു. രുയേൻ രോമങ്ങൾ അനേകം. അടുത്തത് ബൂരി ദാടി കാലി മൂഞ്ച് മക്കി സേവ് ലെടുത്താത്ത ഗഡേ ഗഡേ ഗീർപ്പെടുത്താത്ത. ബൂരി ദാടി തവിട്ട് നിറത്തിലുള്ള താടി, കാലി മൂഞ്ച് തന്നാൽ കറുത്ത മീശ, മൂഞ്ച് തന്നാൽ മീശ, മക്കി തന്നെ ഈച്ച, ഈച്ചനായിട്ട് അതിങ്ങനെ യുദ്ധം ചെയ്യായിരുന്നു. ഗഡേ ഗഡേ ഗീർപ്പെടുത്താത്ത, നിൽക്കുമ്പോൾ തന്നെ വീണുപോകായിരുന്നു. ഇതാണ് ഈ കവിതയിലെ ഈ വരികളിലെ ആശയം. ഇനി അടുത്ത പേജിൽ വർക്ക്ഷീറ്റാണ്. ഹംബി ജോഡേ, അവിടെ ഒരു കള്ളി കൊടുത്തിട്ടുണ്ട്. ക്യാ ഗാന പസന്ത കൊടുത്താണ് എന്ത് കഴിക്കാനാണ് ഇഷ്ടം. അത് നിങ്ങൾക്ക് പുസ്തകത്തിൻ്റെ ബാക്കോട്ട് മറിച്ചാൽ തന്നെ അതിൻ്റെ ഉത്തരങ്ങൾ കിട്ടും. എന്ത് ആണ് നീത്തുവിൻ്റെ നായ്ക്കുട്ടി നമ്മൾ നേരത്തെ പഠിച്ചല്ലേ. ബിസ്കുറ്റ് ഗാന ബഹുത് പസന്ത, ബിസ്ക്കറ്റ് കഴിക്കാൻ. പിന്നെ കിസ്കെ നീച്ച് സോത്താത്ത, എന്തിൻ്റെ അടിയിലാണ് കിടന്നത്? പങ്കക്കെ നീച്ച് സോത്താത്ത. കിസ്കെ സാത്ത് കേൾത്താത്ത, കിസ്കെ സാത്ത് കേൾത്താത്ത തന്നെ ആരുടെ കൂടെയായിരുന്നു കളിച്ചത്? ആരുടെ കൂടെയാ? നീത്തു കെ സാത്ത് കേൾത്താത്ത. ഇനി നിങ്ങൾ ഇതിൻ്റെ മുകളിൽ എഴുതിയ വാക്യത്തിൻ്റെ സഹായത്തോടു കൂടി കവിത എഴുതാനാണ് പറഞ്ഞത്. അപ്പം ആദ്യത്തെ വരി നമുക്ക് വീണ്ടും ആവർത്തിക്കാം അല്ലേ. ഈ കവിത അവസാനിക്കുന്നത് ഗഡേ ഗഡേ ഗിർപ്പെടുത്താത്ത. വീണ്ടും നമുക്ക് എന്ത് പറയാം? നീത്തു കാത്ത പില്ല ഏക്. പിന്നെ എന്ത് കഴിക്കാൻ ഇഷ്ടോ? ബിസ്കുറ്റ് ഗാന പസന്ത് താ. പിന്നെ കിസ്കെ നീ സോത്താത്ത, പങ്കേക്ക് നീച്ചെ സോത്താത്ത. പിന്നെയോ കിസ്കെ സാത്ത് ഗേൽത്താത്ത, നീത്തു കെ സാത്ത് ഗേൽത്താത്ത. അങ്ങനെ എഴുതിയാൽ തന്നെ എന്തായി? കവിതയുടെ വരികളായി. ഇനി നിങ്ങൾ ശ്രദ്ധിക്കുക, 24-ാമത്തെ പേജിൽ ഒരു ചിത്രം കാണുന്നുണ്ട്. ആ ചിത്രത്തിൽ ആകാശത്തിൽ ചന്ദ്രന് ഹിന്ദിയിൽ പറയുന്നത് ചാന്ദ് എന്നാ. പരിചിത ശബ്ദവും പർ ഗോള ലഗായേം, പരിചയമുള്ള വാക്കുകൾ വട്ടത്തിനുള്ളാക്കാനാണ് പറയുന്നത്. രാത് കാ സമയത്ത, രാത്രി സമയമായിരുന്നു. നീത്തു കെ ഹാത്ത് മേ കിതാബ് തി, നീത്തുവിൻ്റെ കയ്യിൽ പുസ്തകം ഉണ്ടായിരുന്നു. നീത്തു ഗർ കെ ബാഹർ തി, നീത്തു വീടിൻ്റെ പുറത്തായിരുന്നു. ഗർ എന്ന് പറഞ്ഞാൽ വീട്, ബാർ എന്ന് പറഞ്ഞാൽ പുറത്ത്. അമ്മ ചായ് ലേക്കർ ആയി, അമ്മ ചായ ആയിട്ട് വന്നു. നീത്തു ഖുഷ് ഹുയി, നീത്തുവിന് സന്തോഷമായി. അപ്പോൾ ഇതിൽ നിങ്ങൾ പരിചയപ്പെട്ട വാക്കുകൾ അത് വട്ടത്തിനുള്ളാക്കാനാണ് പറയുന്നത്. പിന്നെ അതിന് ശേഷം ആദ്യം വട്ടത്തിനുള്ള ആക്കാൻ വേണ്ടി പറഞ്ഞു. അതിന് ശേഷം ആ വാക്കുകൾ തിരഞ്ഞെടുത്ത് എഴുതാനാണ് പറഞ്ഞത്. അപ്പോൾ നോക്കാം, രാത്ത് കാ സമയത്ത. അപ്പോൾ അതിൽ നിങ്ങൾ ഏതെങ്കിലും പരിചയപ്പെട്ടിട്ടുണ്ടോ വാക്കുണ്ടെങ്കിൽ അത് വട്ടത്തിലാക്കുക. നീത്തു കെ ഹാത്ത് മേ കിതാബ് തി, കിതാബ് നമ്മൾ നേരത്തെ മനസ്സിലായി. അപ്പോൾ കിതാബ് നിങ്ങൾക്ക് ഇവിടെ എഴുതുക. പിന്നെ ഗർ, വീട് നിങ്ങൾ പരിചയപ്പെട്ടതാണ് എഴുതുക. അപ്പോൾ അങ്ങനെ പരിചയപ്പെട്ട വാക്കുകൾ നിങ്ങൾ എന്ത് ചെയ്യുക? ഇവിടെ 5 വാക്കുകളുണ്ട്. 5 വാക്കുകൾ നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. അപ്പോൾ നോക്കാം, ഓരോ വാക്യത്തിൽ നിന്ന് ഒരു വാക്ക് എടുക്കുക. രാത്ത് കാ സമയ് എന്ന് പറഞ്ഞ വാക്ക് നിങ്ങൾക്ക് പരിചയമുണ്ട്. അപ്പോൾ സമയം എഴുതുക. നീത്തു കെ ഹാത്ത് മേ കിതാബ് തി, അതിൽ കിതാബ് എഴുതുക. കിതാബ് എന്ന പുസ്തകം നിങ്ങൾക്ക് പരിചയപ്പെട്ട വാക്കാണ്. നീത്തു ഗർ എന്ന് പറഞ്ഞ വീട് നിങ്ങൾക്ക് പരിചയമുള്ള വാക്കാണ്, അത് എഴുതുക. അമ്മ നിങ്ങൾക്ക് പരിചയമുള്ള വാക്കാണ്, അമ്മ എഴുതുക. അതുപോലെ ചായ വേണം, ചായ എന്ന് എഴുതുക. പിന്നെ നീത്തു ഖുഷ് ഹുയി, നീത്തു എന്ന വാക്കിനെ നിങ്ങൾ പരിചയപ്പെട്ടിരിക്കുന്നത് അതും എഴുതുക. അല്ലെങ്കിൽ അമ്മ എന്നൊരു വാക്ക് എഴുതുക, ചായ എന്നുള്ള വാക്കും എഴുതുക. ഓക്കെ. ഇനി അടുത്തത് പടേ അവർ സമച്ചയം, വായിക്കൂ മനസ്സിലാക്കുക. ഒന്നാമത്തെ ചിത്രം നോക്കുക. പില്ല സോത്താഹേ, പില്ല എന്താ ചെയ്യുന്നത്? ഉറങ്ങുന്നു. രണ്ടാമത്തെ പില്ല ഗാത്താഹേ, നായ്ക്കുട്ടി ഭക്ഷണം, നായ്ക്കുട്ടിയില്ല പട്ടിക്കുട്ടി ഭക്ഷണം കഴിക്കുന്നു. നായ്ക്കുട്ടി പില്ല എന്ന് പറഞ്ഞാൽ പട്ടിക്കുട്ടി എന്നും പറയാം, നായ്ക്കുട്ടി എന്നും പറയും കേട്ടോ. പില്ല ഗേൽത്താഹേ, പട്ടിക്കുട്ടി കളിക്കുന്നു. ഇനി ചിത്രദേക്കേം ലിഖേം, ചിത്രം നോക്കുക. അതിന് താഴെ 3 വാക്കുകൾ കൊടുത്തിട്ടുണ്ട്, അനുയോജ്യമായത് എഴുതുക. പില്ല ഡേഷ് ഹേ, നായ്ക്കുട്ടി എന്താ ചെയ്യുന്നത്? ഭക്ഷണം കഴിക്കുകയാണ്. അപ്പോൾ ഇവിടെ
മൂന്നെണ്ണം കൊടുത്തിട്ടുണ്ട്. ഗേൽത്ത, ഗാത്ത, സോത്ത. ഏതാണ് എഴുതുക? ആ, പില്ല ഗാത്ത ഹേ. ഓക്കെ. അപ്പോൾ നമ്മൾ ഈ ഒന്നാമത്തെ പാഠത്തിലെ യൂണിറ്റുകളൊക്കെ കഴിഞ്ഞു. ഇനി ഇതിൽ വാക്കുകൾ അർത്ഥം കൊടുത്തിട്ടുണ്ട്. ഈ വാക്കുകൾ ഓരോ വാക്കുകളൊന്ന് വായിച്ച് അതിൻ്റെ അർത്ഥം കൂടെ പറയാം. അപ്പോൾ നിങ്ങളത് മനസ്സിലാക്കുക. ഓക്കെ. ദുലാരെ പൽ, പ്രിയപ്പെട്ട നിമിഷങ്ങൾ. ധൂപ്, വെയിൽ. സുബ്, രാവിലെ. കലിയാം, മുട്ടുകൾ. പ്യാരി പ്യാരി, മനോഹരമായ. ക്യാരി, പൂത്തടം. ക്യാരി ക്യാരി, ഓരോ പൂത്തടവും. മഹ്ഖീൻ, സുഗന്ധം പരത്തി. ഇത്തനി സാരി, ഒത്തിരി, ഒരുപാട്. ഹവ, കാറ്റ്. ബഹ്രഹി, വീശിക്കൊണ്ടിരിക്കുന്നു. ടെണ്ടി ടെണ്ടി, തണുത്ത. ഗൂമരഹി, ചുറ്റിയടിച്ചുകൊണ്ടിരിക്കുന്നു. വഹ്, അത്. ബഹിക്കി ബഹിക്കി, തത്തിക്കളിച്ചുകൊണ്ട്. ഉടുത്തി ഉടുത്തി, പറന്നു പറന്ന്. ആയി, വന്നു. ചിടിയാം, പക്ഷികൾ. ഫുദക് ഫുദക്കർ, ചാടിച്ചാടിക്കൊണ്ട്. വേ, അവർ. ചഹ്ക്കി, ചിലച്ചു. സർദിയോം കി രാത്, തണുപ്പ് കാലത്തെ രാത്രി. കെ സാത്ത്, കൂടെ. ബഹുത് പസന്ത് താ, ഒരുപാട് ഇഷ്ടം ആയിരുന്നു. ഖേൽന, കളിക്കുക. പങ്ക, ഫാൻ. സോന, ഉറങ്ങുക. കിതാബ്, പുസ്തകം. പഠ്ന, വായിക്കുക. ബാഹർ, പുറത്ത്. ഖുശ് രഹത്തെ, സന്തുഷ്ടരായിരുന്നു. പില്ല, പട്ടിക്കുഞ്ഞ്. ഏക്, ഒന്ന്. ബദൻ പേ, ശരീരത്തിൽ. ഉസ്കെ, അവൻ്റെ. രുയേം, രോമങ്ങൾ. അനേക്, അനേകം. ചോട്ടി, ചെറിയ. ടാങ്കെ, കാലുകൾ. ലംബി, നീളമുള്ള. പൂഞ്ച്, വാൽ. ഭൂരി, തവിട്ട് നിറമുള്ള. ദാടി, താടിരോമം. കാലി, കറുത്ത. മൂഞ്ച്, മീശ. മക്കി, ഈച്ച. ലെടുത്താത്ത, പൊരുതുമായിരുന്നു. ഗഡേ ഗഡേ, എഴുന്നേൽക്കുമ്പോൾ. ഗിർ പെടുത്താത്ത, വീഴുമായിരുന്നു.